പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ബദൽ മാർഗങ്ങളിലേക്ക് തിരിയുകയാണ് ഗാർഹിക ഉപഭോക്താക്കളും. നഗരമേഖലകളിൽ ഇൻഡക്ഷൻ കുക്കറിനാണ് ആവശ്യക്കാർ കൂടുതലും. പലയിടത്തും അതേസമയം ഇൻഡക്ഷൻ കുക്കറും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ആവശ്യക്കാർ കൂടിയതോടെ പുതിയ സ്റ്റോക്കുകൾക്ക് വിലയും കൂടാനാണ് സാധ്യത. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ പലരും പല മാർഗങ്ങളിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ വിറകടുപ്പ് പോലുള്ള സംവിധാനങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നു. പക്ഷേ നഗരത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അങ്ങനെ വിറകടുപ്പ് സംവിധാനങ്ങളിലേക്ക് പോകാൻ എല്ലാവർക്കും തന്നെ കഴിയണമെന്നില്ല. ഹോട്ടലുകളിൽ മാത്രമല്ല, വീടുകളിലും എല്ലാം തന്നെ അതൊരു പ്രതിസന്ധി തന്നെയാണ്. നാട്ടിൻപുറങ്ങളിലാകുമ്പോൾ വിറകടുപ്പ് വീട്ടിൽ ഒരുക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം വരും. നഗരത്തിലേക്ക് വരുമ്പോൾ, കൂടുതലും ഫ്ലാറ്റുകളിലേക്ക് എല്ലാം വരുമ്പോൾ പിന്നെ ആശ്രയിക്കാവുന്നത് ഇൻഡക്ഷൻ കുക്കർ സംവിധാനങ്ങളെയാണ്. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ എന്താണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റമെന്നത് നമുക്ക് നോക്കാം. ഇവിടെ കൊച്ചിയിലെ ഒരു ഷോറൂമിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഇൻഡക്ഷൻ കുക്കർ അത് വാങ്ങാനായിട്ട് വന്നവർ അത് ഇവിടെ പേര് വിവരങ്ങളും ഫോൺ നമ്പറും എല്ലാം കൊടുത്തു പോയിരിക്കുന്ന നീണ്ട ഒരു ലിസ്റ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റമെന്ന് പറയുന്നത് ഇത് കിട്ടാനില്ല എന്ന രീതിയിലേക്ക് തന്നെ പോകുന്നു. ഇതിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ആവശ്യക്കാരാണ്. അതെ, ആവശ്യക്കാരാണ്. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇത്രയും ഒരു ഇത് വന്നത്. അതെ, നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 300-350 ഇൻഡക്ഷൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള വി-ഗാർഡ്, പ്രസ്റ്റീജ്, അതുപോലെ തന്നെ ഫിലിപ്സ്, അങ്ങനെ അത്യാവശ്യം കുറേ മൂവിങ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും കുറേ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗോഡൗൺസിലും സ്റ്റോക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ അത് ഗോഡൗൺസിലൊക്കെ സ്റ്റോക്ക് അതെ, ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇൻഡക്ഷൻ്റെ ഒക്കെ റാക്ക് വരുന്നത്. ഇത് ഇവിടെ ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലൊരു ആവശ്യക്കാരൊന്നും ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു ഈ ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ പറയുന്നത്. വലിയ രീതിയിലൊരു ആവശ്യക്കാരൊന്നും വരാതിരുന്നൊരിടമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും കാലിയായിരിക്കുന്നു എന്നതാണ് ഇവർ പറയുന്നത്. ഇൻഡക്ഷൻ കുക്കർ അന്വേഷിച്ച് വരുന്നവർ, അതായത് ഇതിപ്പോൾ ഈ ഭാഗത്തുള്ളത് ഗ്യാസ് അടുപ്പാണ്. ഗ്യാസ് അടുപ്പ് ഇപ്പോൾ ഏതാണ്ട് ഒരു അലങ്കാര വസ്തു അല്ലെങ്കിൽ നോക്കൂത്തി പോലെ എല്ലാം തന്നെ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും ഒരു ഗുണമില്ല എന്നുള്ള പറയുന്ന രീതിയിലേക്ക് താഴേക്ക് വരുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിന് അതിൻ്റെ വിവിധ ബ്രാൻഡുകളുടെ ഡെമോ മോഡലുകൾ മാത്രമാണ് ഇവിടെയുള്ളതിന് ഈ തട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിൽപ്പന ഇതിനെല്ലാം തന്നെ ഉണ്ടായിരുന്ന ആവശ്യക്കാർ രാത്രിയും എല്ലാം തന്നെ അന്വേഷിച്ച് വരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. എത്ര സ്റ്റോക്ക് എടുത്താലും അതെല്ലാം ചിലവ് എല്ലാം തന്നെ വിറ്റ് പോകുന്ന രീതിയിലെല്ലാം തന്നെയാണ് ആളുകൾ പറഞ്ഞിട്ട് പോയിരിക്കുക. എങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വിൽപ്പനയൊക്കെ എങ്ങനെയായിരുന്നു? നല്ല രീതിയിലുള്ള സെയിലായിരുന്നു നമുക്ക് ഉണ്ടായത്. കസ്റ്റമർ വരിക, എടുത്തിട്ടും പോവുക, ആ രീതി തന്നെയായിരുന്നു. ബ്രാൻഡൊക്കെ നോക്കുന്നുണ്ടോ? അത് തെരഞ്ഞു മേടിച്ചു പോകണോ അതോ കിട്ടുന്നതും കൊണ്ട് പോകണോ? ബ്രാൻഡിന് ചോദിച്ച് വരുന്നുണ്ട്. കൂടുതൽ വി-ഗാർഡൊക്കെയാണ് കൂടുതലും പോകണത്. വി-ഗാർഡ്, പ്രസ്റ്റീജ്, അങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ് പോകുന്നത്. തീർന്നു കഴിയുമ്പോൾ കിട്ടിയതായി എന്നുള്ള രീതിയിൽ അതും പോകുന്നുണ്ട്. ശരാശരി ഒരാൾ എടുക്കുകയാണെങ്കിൽ എത്ര വോൾട്ട്, അങ്ങനെ അതും കൂടി ഇതിൽ കൂടെ പറഞ്ഞു പോലെ എന്താ അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താ? നമുക്ക് മാക്സിമം വാട്ട്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2200 വാട്ട്സാണ് നമുക്ക് മാക്സിമം വരുന്നത്. പിന്നെ അതിലും കുറഞ്ഞ വാട്ട്സുകൾ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് 1400 വാട്ട്സ് തൊട്ടാണ് വരുന്നത്. ഇപ്പോൾ 2 ടൈപ്പാണ് വരുന്നത്. ടച്ച് വരുന്നുണ്ട്, ബട്ടൺ വരുന്നുണ്ട്. ടച്ചിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് 2500 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഒരു വീട്ടിലേക്ക് സാധാരണ ഒരു മിനിമം ആവശ്യമൊക്കെ നടന്നു പോകണമെങ്കിൽ ഒരു 2000 വാട്ട്സ് ഉണ്ടെങ്കിൽ അത്ര നല്ലതെന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതനുസരിച്ച് ആകുമെന്നുള്ളതൊന്നും ആരും നോക്കുന്നില്ല. അരി വേണമല്ലോ. അതെ, വാട്ട്സ് കൂടുന്നതനുസരിച്ച് കറണ്ടിന്റെ വേരിയേഷനും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊന്നും നോക്കാനുള്ള ആളുകൾ കൂടുതൽ വാട്ട്സുകളാണോ ചോദിക്കുന്നത്? വാട്ട്സ് കൂടുതൽ വാട്ട്സുകളാണ് ചോദിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇപ്പൊ വി-ഗാർഡിൽ തന്നെ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മോഡൽ വരുന്നുണ്ട്. അതിനും എൻക്വയറി വരുന്നുണ്ട്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇൻഡക്ഷൻ കുക്കറിന്റെ ദിവസങ്ങളാണ്. ഈ വരുന്നവരൊക്കെ ഇനി എന്ന് വരാന്ന് പറഞ്ഞു പോയി, നിങ്ങൾ വിളിച്ചു പറഞ്ഞനുസരിച്ചാണോ വരുന്നത്? നമ്മൾ കുറേ പേരെയൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ കുറേ പേരൊക്കെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോഡൗണിൽ സ്റ്റോക്ക് വരുന്നതനുസരിച്ച് വേണം നമുക്ക് അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ കൂടുതലും പേര് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞ മോഡലിനാണ് എല്ലാവരും. കാരണം വെച്ചാൽ അതാകുമ്പോൾ എല്ലാ പാത്രവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡലാണ്. അതിനൊക്കെ ഏകദേശം ഒരു 3500 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന ഒരു 5 രൂപ വരെ എത്തുന്ന മോഡൽസാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ കൂടുതലും പേരും ചോദിച്ചു വരുന്ന ആ ഒരു മോഡലാണ്. നമുക്കിപ്പോൾ അത് കിട്ടാൻ പോലും ഇല്ല. ഏതായാലും പാചകവാതക പ്രശ്നം അത് സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വലുതാണ്. ഓരോ ദിവസവും ചെല്ലുന്തോറും അത് വിവിധ മേഖലകളിലേക്ക് കടന്നിരിക്കുന്നു. ഇതെങ്ങനെ പരിഹരിക്കണമെന്ന രീതിയിലേക്ക് കൃത്യമായൊരു ഉത്തരം നൽകാൻ ആർക്കും കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. കാരണം അത്രമേൽ വലിയ വിഷയങ്ങൾ
ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നടക്കുന്നത് കൊണ്ട് ഇതെന്ന് തീരും എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ അത് പാചകവാതകത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നു. അടുത്ത മാർഗം എന്തെന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. വിറകടുപ്പിലേക്ക് തിരിയുന്നവർ, ഇൻഡക്ഷൻ കുക്കറിലേക്ക് അടക്കം വഴിമാറുന്നവർ, അങ്ങനെ പലതുമുണ്ട്. ഏതായാലും ഈ ഇൻഡക്ഷൻ കുക്കർ ആ ഒരു വശത്ത് സൃഷ്ടിക്കുന്നൊരു പ്രതിസന്ധിയാണിപ്പോൾ. നിലവിലത് കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് അടക്കം വരികയാണ്. കാലിയായി കിടക്കുന്ന റാക്കുകളാണ് പല പ്രമുഖ ഇലക്ട്രോണിക് ഗൃഹോപകരണ രംഗം കൈകാര്യം ചെയ്യുന്നവരുടെ ഷോറൂമുകളിലുള്ളത്. ഏതായാലും ഇനി കാത്തിരിക്കുക, അടുത്ത സ്റ്റോക്ക് വരുമ്പോഴേക്കും അറിയിക്കാമെന്ന രീതിയിലേക്കെല്ലാമാണ് ഇപ്പോൾ പലയിടത്തും തന്നെയുള്ള അറിയിപ്പുകളായി വരുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.